ഹിമാലയൻ അതിർത്തികളിൽ സമാധാനം പറയുന്ന ചൈന മറുഭാഗത്ത് ഇന്ത്യയെ ഞെട്ടിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ മെനയുകയാണ്. വായുസേനയെയും കരസേനയെയും ഒരുപോലെ മുട്ടുകുത്തിക്കാൻ ശേഷിയുള്ള ചൈനയുടെ ഏറ്റവും പുതിയ ആയുധം അറ്റ്ലസ് ഡ്രോൺ സ്വാം പുറത്തിറങ്ങിയിരിക്കുന്നു. ഒരൊറ്റ കമാൻഡ് സെന്ററിൽ നിന്ന് 96 ഡ്രോണുകളെ ഒരേ സമയം വിക്ഷേപിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന ഈ സംവിധാനം ലോക സൈനിക ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായമാണ്. വെറുമൊരു ഡ്രോൺ വിക്ഷേപണമല്ല ഇത്, മറിച്ച് ശത്രു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ തകർത്തെറിയാൻ ശേഷിയുള്ള ആധുനിക യുദ്ധമുറയാണ്. ഒരു തേനീച്ചക്കൂട്ടം ഇരയെ ആക്രമിക്കുന്നത് പോലെ ശത്രുവിനെ വളയാനും തകർക്കാനും ശേഷിയുള്ള ഡ്രോണുകളുടെ കൂട്ടത്തെയാണ് സ്വാം എന്ന് വിളിക്കുന്നത്. ചൈന പുറത്തിറക്കിയ അറ്റ്ലസ് സംവിധാനം ഒരു ചലിക്കുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. ഇതിലെ സ്വാം 2 വാഹനത്തിൽ നിന്ന് ഓരോ 3 സെക്കൻഡിലും ഒരു ഡ്രോൺ വീതം ആകാശത്തേക്ക് കുതിച്ചുയരും. 5 മിനിറ്റിനുള്ളിൽ 96 ഡ്രോണുകൾ ആകാശത്ത് ഒരു വൻ മതിൽ പോലെ നിലയുറപ്പിക്കും. ഇവ കേവലം നിരീക്ഷണ ഡ്രോണുകൾ മാത്രമല്ല, ഒരേ സമയം നിരീക്ഷണം നടത്താനും സിഗ്നലുകൾ കൈമാറാനും ശത്രുവിന്റെ ആശയവിനിമയ സംവിധാനങ്ങൾ ജാം ചെയ്യാനും കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് ബോംബുകൾ വർഷിക്കാനും ഇവയ്ക്ക് കഴിയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഡ്രോണുകൾ ആകാശത്ത് പരസ്പരം കൂട്ടിയിടിക്കാതെയും ഒരേ ബുദ്ധിയിൽ ചിന്തിച്ചും പ്രവർത്തിക്കുമെന്നതാണ് ചൈന അവകാശപ്പെടുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യൻ അതിർത്തികളായ ടിബറ്റിലും സിൻജിയാങ്ങിലും ഈ ഡ്രോൺ സംവിധാനം വിന്യസിക്കാനുള്ള ചൈനയുടെ നീക്കമാണ് ഇന്ത്യയെ പ്രധാനമായും ആശങ്കയിലാഴ്ത്തുന്നത്. സാധാരണ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യത്തെ തകർക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഒരേ സമയം 100ഓളം ഡ്രോണുകൾ പാഞ്ഞു വരുമ്പോൾ അവയെ പ്രതിരോധിക്കുക എന്നത് അതിസങ്കീർണമായ കാര്യമാണ്. പ്രത്യേകിച്ച് ലഡാക്കിലെ ഗൽവാൻ സംഘർഷത്തിനു ശേഷം അതിർത്തിയിൽ ചൈന നടത്തുന്ന ഓരോ നീക്കത്തെയും ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. LACക്ക് സമീപമുള്ള ദുർഘടമായ മലനിരകളിൽ സൈന്യത്തിന് നേരിട്ടെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ചൈനയ്ക്ക് എളുപ്പം സാധിക്കും. ഒരു കാലത്ത് യുദ്ധഭീതിയിലായിരുന്ന ഇന്ത്യ ചൈന ബന്ധത്തിൽ നേരിയ പുരോഗതിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയത്താണ് ഈ പുതിയ ആയുധ പ്രദർശനം എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യ ഇപ്പോൾ ചൈനീസ് വിനോദസഞ്ചാരികൾക്കായി വിസ സേവനങ്ങൾ പുനരാരംഭിക്കാൻ ആലോചിക്കുന്നുണ്ട്. കൂടാതെ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബീജിംഗിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ എയർ ചൈന പുനരാരംഭിച്ചും കഴിഞ്ഞു. വ്യാപാരവും ടൂറിസവും വർദ്ധിപ്പിച്ച് വിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോഴും അതിർത്തിയിൽ അത്യാധുനിക ഡ്രോൺ സൈന്യത്തെ സജ്ജമാക്കി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് ചൈനയുടെ ശ്രമം. ആധുനിക യുദ്ധക്കളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി യുദ്ധങ്ങൾ നടക്കുക വെടിയുണ്ടകൾ കൊണ്ടല്ല, മറിച്ച് സാങ്കേതിക വിദ്യയും ബുദ്ധിയുമുള്ള ഡ്രോണുകൾ കൊണ്ടുകൂടിയായിരിക്കും. ചൈനയുടെ അറ്റ്ലസ് ഡ്രോൺ സ്വാം ഏഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. വിമാന സർവീസുകളും നയതന്ത്ര ചർച്ചകളും നടക്കുമ്പോഴും അതിർത്തിയിലെ ഈ ഡ്രോൺ ഭീഷണി ഇന്ത്യക്ക് അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. അയൽക്കാരന്റെ കയ്യിലെ പുതിയ ആയുധം ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്.